ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ കിച്ചണിലെ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതേ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. വേറൊന്നിനല്ല, നമ്മുടെ ശംഖുപുഷ്പം പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ ഈ ഒരു വെള്ളമാണ് കേട്ടോ തിളപ്പിച്ച് കുടിക്കാറുള്ളത്. അപ്പോൾ ഇതേ ഒരു 5-6 പൂക്കൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് സ്ഥിരമായിട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ, ഞങ്ങളുടെ ചക്ക ഉണ്ടായത് വന്നിങ്ങനെ നോക്കി നിൽക്കുക അറിയണത്. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഉണ്ടായതെങ്കിലും കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾക്ക് ഒന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്, ഒരൊറ്റ ചക്ക മാത്രം, ബാക്കിയെല്ലാം കേടായി പോയതായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം കുറച്ച് കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇന്ന് രാവിലെ ഇങ്ങനെ എണീറ്റ് വന്നിട്ട് അത് ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. പിന്നെ നേരെ മുറ്റടിക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ കുട്ടാറിന് ഇന്ന് വർക്കുള്ള ദിവസമായിരുന്നു. കുട്ടാരുടെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് വർക്കിന് പോയിട്ടുണ്ട്. പിന്നെ മക്കളാരും എണീറ്റിട്ടില്ല കേട്ടോ, നല്ല ഉറക്കമാണ്. അബിക്കും ദിയക്കൊക്കെ ആണെങ്കിൽ ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ, അവരുടെ സ്കൂളിൽ സബ് ജില്ല നടക്കുന്ന കാരണം ഇന്ന് അവധിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഉറക്കമാണ്. അങ്ങനെ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതേ ലിയോൻ്റെ കൂടിൻ്റെ അവിടെ നിന്ന് വൃത്തിയാക്കാണ് കേട്ടോ. ഇപ്പോൾ കുട്ടാടെ കുറച്ച് ദിവസങ്ങളായിട്ട് ലിയോനെ അങ്ങനെ പുറത്തേക്ക് വിടാറില്ല, അല്ലെങ്കിൽ ചങ്ങലയ്ക്ക് ഇട്ടിട്ട് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്കാണ് കേട്ടോ കിടത്താറുള്ളത്. ഇപ്പം എന്താണെന്നറിയില്ല, കൂട് അടച്ചിട്ടിട്ടാണ് പോവാറ്. അപ്പോൾ ആൾ ഫുൾ ടൈം കൂടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. കൂട് ലോക്കായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ധൈര്യത്തിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്, കൂടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങാനും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റ ഓട്ടാണ് കേട്ടോ അകത്തേക്ക്. എന്തൊക്കെ പറഞ്ഞാലും ആൾക്ക് നല്ല റെസ്പെക്റ്റാണ് കേട്ടോ. എന്നെ കണ്ട ഉടനെ തന്നെ നമസ്കാരം പറയാൻ വേണ്ടിയിട്ട് എണീറ്റ് നിന്നിട്ടുണ്ട്. പിന്നെ അത് അവിടെ തന്നെ കിടന്നു കേട്ടോ. പിന്നെ ഞാൻ നുമീൻ്റെ അടുത്ത് എത്തിയിട്ടാണ്, നുമീനോടും ഗുഡ് മോർണിംഗ് ഹായ് ഒക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നല്ല കടിയാണ് കേട്ടോ ആൾ. നമ്മളിങ്ങനെ കൈവിരൽ വെച്ച് കൊടുത്താൽ നല്ല കടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരും. അപ്പോൾ കൂട്ടിൽ ഒരു പപ്പായയുടെ കഷ്ണം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. അതായത് ഈ ഭാഗത്തേക്ക് മഴ പെയ്താലും വെള്ളം കിട്ടില്ല, നനയൂല. അപ്പോൾ അങ്ങനെയുള്ള ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ മുൻപിൽ വെയിലെറ്റ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒടുക്കത്തെ ചൂട് കാരണം സിറ്റൗട്ടിലേക്ക് വരാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കെട്ടിയതാണ്. പിന്നെ അതേ ഇന്ന് ചായക്ക് പുട്ടും ഗ്രീൻ പീസ് കറി ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. സോറി, ഇത് ഗ്രീൻ പീസ് അല്ല കേട്ടോ, ഗ്രീൻ പീസിൻ്റെ ഒരു വൈറ്റ് കളറുള്ള കടല ഉണ്ടല്ലോ അതായിരുന്നേ. പക്ഷേ ടേസ്റ്റൊക്കെ ഗ്രീൻ പീസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ ഒരു പഴം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാൽ കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാനിരുന്നു. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.